അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പല വർഷങ്ങളിൽ പല പേരുകളിൽ നവോത്ഥാന യാത്ര, ഘോഷയാത്ര, പിന്നെ എന്താണ് ഓണാഘോഷ യാത്ര, പേരുകൾ ഇങ്ങനെ മാറി മാറി, മതേതര ഉത്സവം, ഇങ്ങനെ ശ്രീനാരായണ ഗുരു ജയന്തി മുതൽ ചിലപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി വരെ, മറ്റു ചിലപ്പോൾ ഇതിനിടയ്ക്ക് നവോത്ഥാന യാത്ര എന്ന് പേരിട്ട് നടത്തിയ ശേഷം CPM തന്നെ കണ്ണൂരിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നു, ഈ വർഷം അത് നടത്തുന്നില്ല, പകരം ചട്ടമ്പി സ്വാമി ജയന്തി ആഘോഷിക്കാമെന്ന്. ഇവർക്ക് തന്നെ ഒരു ധാരണയില്ല, അല്ലെ എന്ത് വേണം എന്നറിയാത്ത ഒരു പരിഭ്രാന്തിയാണ്. അങ്ങ് പറഞ്ഞൊരു വളരെ വിലപ്പെട്ട ഒരു പോയിന്റ്, ഈ ഹിന്ദുക്കൾ ഒന്ന് ഹിന്ദുവെന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ വോട്ട് വേണം, ആ ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തണം. അങ്ങനെ ആ വോട്ട് ബാങ്ക് അവിടെ ഉറപ്പിച്ചു വച്ചിട്ട് CPMന്റെ അടിമകളായും അനുയായികളാക്കി മാറ്റി ഒരു ഭാഗത്ത് വച്ചിട്ട് മറ്റു തരത്തിലുള്ള പ്രീണനങ്ങളിലേക്ക് പോകുന്നു. ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ നവോത്ഥാനം, നവകേരളം എന്നുള്ള മുദ്രാവാക്യങ്ങളുമായി വരുന്നു. ഇതെങ്ങനെ കാണണം ശ്രീ RV ബാബു? എങ്ങനെയാണ് സമൂഹം ഇതിനെ നേരിടേണ്ടത്? പ്രദീപ്, ഇത് യഥാർത്ഥത്തിൽ CPM നേരിടുന്ന ഒരു സ്വത്വ പ്രതിസന്ധിയാണ്. CPMനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ, കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നു. ഭാരതീയ സംസ്കാരത്തെയോ ഹിന്ദുത്വത്തെയോ ഹിന്ദു വിശ്വാസങ്ങളെയോ ഒന്നും അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പക്ഷേ ഭാരതത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഭാരതീയ ജനത അവരുടെ സാംസ്കാരിക സ്വത്വത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് അത് ഏത് വിഭാഗങ്ങളിൽപ്പെട്ട, ഈ ജാതിയുടെ പേരിലൊക്കെ വലിയ തോതിൽ അടിച്ചമർത്തപ്പെട്ടവരാണ്, അങ്ങനെ കീഴ് ജാതിക്കാരായി തള്ളപ്പെട്ടവരാണ് എന്ന് പറയുന്നവരുടെ ഇടയിൽ പോലും അവര് പോലും അവരുടെ ധർമ്മം, അവരുടെ സംസ്കാരം വിട്ട് അവര് മാറാൻ തയ്യാറില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഈ ഹിന്ദു സമൂഹത്തെ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ സാംസ്കാരികമായ സ്വത്വങ്ങളെയും അതേപോലെ തന്നെ സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു ഭാഗത്ത്. എന്നാൽ സമൂഹം അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് പാർട്ടിയെ അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യം. ഇത് രണ്ടും എങ്ങനെ ചേർന്ന് പോകും എന്നുള്ളൊരു പ്രതിസന്ധി വരുമ്പോഴാണ് പലപ്പോഴും പാർട്ടി തന്നെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടത്തുക, പാർട്ടി നവോത്ഥാന മുതൽ നടത്തുക, പാർട്ടി ശ്രീനാരായണ ഗുരുദേവനെ ഏറ്റെടുക്കുക, പാർട്ടി വിവേകാനന്ദന്റെ പ്രതിമ സ്ഥാപിക്കുക, പാർട്ടി ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം ആഘോഷിക്കുക, ഇങ്ങനെ പല രീതിയിലുള്ള ഗിമ്മിക്കുകൾ. ഇതൊരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ് ഈ ഗിമ്മിക്കുകൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി, ഒരു ആശയക്കുഴപ്പം പാർട്ടിയെ ബാധിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. പാർട്ടിക്ക് അതിന്റെ സ്വന്തം ആശയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇനി മുന്നേറാൻ സാധ്യമല്ല. ജനങ്ങൾ അത് തള്ളിക്കളഞ്ഞു. ഇറ്റ് ഇസ് എ ഡെഡ് ഗോഡ്, ഒരു പരാജയപ്പെട്ട ദൈവമാണ് കമ്മ്യൂണിസം എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു. അതിന് പകരം എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലുണ്ട്. അതിന്റെ ഒരു വൈരുദ്ധ്യമാണ് പാർട്ടി ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ആധാരത്തിൽ നിന്നുകൊണ്ട് ഈ ഹിന്ദു വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തകർക്കാൻ ശ്രമിക്കും. വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ ജനകീയ പിന്തുണ എന്നുള്ള വിഷയം വരുന്ന സമയത്ത് ഇതിനെയൊക്കെ അംഗീകരിക്കും. ഇത്തരത്തിൽ നമുക്ക് ഗണപതി വിത്താണെന്ന് പറയുക, അല്ലെങ്കിൽ മീശ നോവല് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള നിലപാട് പറയും. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ദ്വന്ദ്ം അവരെ ഉള്ളിൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഭാരതീയതയെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ഭാരതീയ സംസ്കാരത്തെ അവഗണിച്ചുകൊണ്ട്, ഭാരതീയ പാരമ്പര്യത്തെയും പൈതൃകത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ പാർട്ടിയുടെ ഈ ആശയക്കുഴപ്പം പാർട്ടിയുടെ മുകൾത്തട്ടിലുണ്ട്, താഴെത്തട്ടിലുണ്ട്. പാർട്ടിയെ ആദമാനം കാർന്നു തിന്നുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് സ്വയം അതിന്റെ ദ്വന്ദ്വാത്മകത കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതിന് ഒരു കാരണവശാലും കുറച്ച് അധികാരത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് കുറച്ചു നാളൊക്കെ മുന്നോട്ട് പോവാം. പക്ഷെ ആത്യന്തികമായി അതിന്റെ തകർച്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കേരളത്തിൽ ആഗോളതലത്തിൽ അത് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. കേരളത്തിൽ ഇപ്പൊ ഒരു ചെറിയ ഭരണത്തിന്റെ പിന്തുണയോട് കൂടിയിട്ട് പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനും വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. ഹിന്ദു സമൂഹം എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അവർ നിശബ്ദരാണ്. പക്ഷേ അവരുടെ നിശബ്ദതയ്ക്കുള്ളിൽ പ്രതിഷേധത്തിന്റെ, പ്രതിരോധത്തിന്റെ, തങ്ങൾക്ക് നേരെ വരുന്ന അവഗണനയുടെ, അധിക്ഷേപത്തിന്റെ ഒക്കെ പ്രതിഷേധം കൂടി അവരുടെ ഉള്ളിലുണ്ട് എന്നത് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. പാർട്ടി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാൽ നല്ലത് എന്ന് മാത്രമാണ് ഈ പുലർകാല വേളയിൽ എനിക്ക് ഈ വിഷയത്തിൽ പറയാം.